ഇസ്രായേലിനെതിരെ ഖത്തർ വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഖത്തർ പറയുന്ന കാര്യം ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള ആണവായുധം അന്വേഷിക്കാൻ വേണ്ടി അടിയന്തരമായ രീതിയിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണം എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലും അവര് തങ്ങളുടെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയാത്ത രാജ്യത്തിലല്ല അന്വേഷണം നടത്തേണ്ടത്, പറയേണ്ട രാജ്യത്തിലാണ് എന്ന തരത്തിലാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇറാനിലുള്ള ആണവ കേന്ദ്രങ്ങൾ തങ്ങൾ ആക്രമിക്കുമെന്ന് അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസിൽ നിന്നാണ് ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യത എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അപ്പോൾ തന്നെ ഇറാഖ് അത് പ്രതികരിച്ചു, തങ്ങളുടെ ഭൂമിയിൽ നിന്ന് അത് അനുവദിക്കില്ല എന്നുള്ളതും. അതോടൊപ്പം തന്നെ ഇസ്രായേലിനെതിരെ തിരിഞ്ഞുകൊണ്ട് അവർ പറഞ്ഞ കാര്യം ഇതാണ്: അവിടെ ഉണ്ടായിരിക്കുന്ന ആണവ നിർമ്മിതികൾ അന്വേഷിക്കാൻ വേണ്ടി അടിയന്തരമായ രീതിയിൽ ഇടപെടണം. അവർ IAEA-യുമായിട്ട് കരാർ ഒപ്പിട്ടിട്ടില്ല. മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനെ സമാധാനത്തിനുള്ള കരാർ വ്യവസ്ഥ പാലിക്കാത്തതും ഒപ്പിടാത്തതും ഒരേ ഒരു രാജ്യം ഇസ്രായേൽ മാത്രമാണ്. അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ ഇസ്രായേലിനെതിരെ കൃത്യമായിരിക്കുന്ന നിലപാട് ഖത്തർ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രാധാന്യമായിരിക്കുന്ന ചർച്ചയായി വന്നിരിക്കുന്നത്.